മറ്റേ നിങ്ങൾ നോക്കിയോ? ഹലോ ഗൈസ്, ഞങ്ങളപ്പോ രാവിലെ തന്നെ പോകുന്ന മലപ്പുറത്തിനാട്ടോ. കറക്കമൊന്നും അല്ല കേട്ടോ, നമ്മൾ ടോറസ് എടുക്കാൻ വേണ്ടി അങ്ങനെ നേരെമെങ്കിലും എത്തിയപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. സമയം ഇപ്പൊ ഏതാണ്ട് 6 മണി ആയതേ ഉള്ളൂ. നമുക്ക് അവിടെ ഒരു 10 മണിയാകുമ്പോ എത്തണം. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോയി. തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴേക്കും പതിയെ മടുത്തു കേട്ടോ. അതുകൊണ്ട് കുറച്ചു നേരം പുറത്തിറങ്ങിയിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും വണ്ടി എടുത്ത് നേരെ പോവാട്ടോ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാട്ടോ. അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിലേക്ക് കയറിയേ. ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ചൂട് ഭയങ്കര കേട്ടോ. നമ്മൾ പിന്നെ ഇടുക്കിക്കാരായതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പിടിക്കുകയല്ലോ. അതുകൊണ്ട് ഫുൾ AC ഒക്കെ ഇട്ടോട്ടോ പോകുന്നത്. സമയം ഒരു 10:15 ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരും വന്നേ. ഇവിടെ വന്നപ്പോഴാട്ടോ അവര് പറഞ്ഞ വണ്ടി കഴുകാൻ വേണ്ടി കൊടുത്തേക്ക് വരുന്നത്. പിന്നെ ഒന്ന് കാണാൻ വേണ്ടി നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി. അപ്പതേ ഇതാട്ടോ നമ്മൾ എടുക്കാൻ വന്ന വണ്ടി 12 വീലാണ്. വണ്ടി നമുക്ക് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പതിയെ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി പോവാട്ടോ. അവിടുന്ന് പിന്നെയും പോണായിരുന്നേ. അങ്ങനെ പോയി എഗ്രിമെന്റ് ഒക്കെ എഴുതിയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോഴേക്കും പതിയെ വിശക്കാൻ തുടങ്ങിയായിരുന്നേ. പിന്നെ പോയി കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ താക്കോല് കൈമാറും കേട്ടോ. നമ്മുടെ കൂട്ടുകാരന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇതേ വണ്ടി എടുത്ത് തിരിച്ചു പോരും കേട്ടോ. അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ സമയം 4 മണി ആയിരുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പാലക്കാടൊക്കെ എത്തിയപ്പോഴേക്കും നമ്മളത് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പി കയറിയേ. ആ ഗ്യാപ്പിൽ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോയി. പിന്നെയായിരുന്നു കോമഡി. നമ്മൾ വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊരു പണിയൊന്നും. ഇതൊക്കെ ഏതാ സ്ഥലം എന്ന് പോലും അറിയത്തില്ല. അന്തിക്കാടെന്നൊരു ബോർഡ് കണ്ടു. സത്യനന്തിക്കാടിന്റെ നാടാന്ന് തോന്നുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ. അതേ ട്രെയിനൊക്കെ പണിത് വെച്ചേക്കും. ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇതേ പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാട്ടോ അത്. അങ്ങനെ വന്ന് നമ്മളിതേ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നേ. എരിങ്ങോട്ടുകാരാന്നോ സ്ഥലത്തിന്റെ പേര്. ആദ്യം കണ്ടപ്പോ ബാഹുബലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് ഓർത്ത്. പിന്നെയാണ് അറിഞ്ഞത് വിഷ്ണുമായ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കേട്ടോ അത്. ഈ കാണുന്നൊക്കെ ആട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടാക്കുന്ന സിനിമയിൽ മാത്രം കേട്ടോ. ആദ്യമായിട്ടോ നേരിട്ട് കാണും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോവാട്ടോ. എന്തൊക്കെയാണെങ്കിലും കണ്ട കാഴ്ചയല്ല അടിപൊളിയായിരുന്നു. ഉറസം കൊണ്ട് പോയവരുടെ പൊടി പോലും കാണാനില്ല. അങ്ങനെ അവരെ വിളിച്ചപ്പോ അവരും എവിടെയെങ്ങാണ്ടൊക്കെ എത്തിയെന്ന് പറഞ്ഞു. കാണുന്ന അങ്കമാലി വന്നപ്പോഴാട്ടോ. പിന്നെ പോകുന്ന ഒരുമിച്ചായിരുന്നു. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളത് രാജകാട് വന്നു. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ള ഒരു കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം.